ഹലോ, എല്ലാവർക്കും ചിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ അതൊന്ന് പറയാം. ആദ്യം തന്നെ ഇതിലേക്ക് ചിക്കൻ, പിന്നെ പെപ്പർ പൗഡർ, സാൾട്ട്, കുറച്ച് മൈദ, സൺഫ്ലവർ ഓയിൽ, ഗീ, ഗാർലിക്, അതുപോലെ ചിക്കൻ്റെ സ്റ്റോക്ക് വേണം, പിന്നെ ഒറിഗാനോ, പിന്നെ മല്ലിയില. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇതേ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ അതേ 15 മിനിറ്റിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതും ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ദേ ഈ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരണം, അതേ രീതിയിലാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതിനെ തിരിച്ചു മറിച്ചിട്ട് ഇതേ രീതിയിലാകുമ്പോൾ ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ അതിലേക്കാണ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പേര് തന്നെ ഗാർലിക് ചിക്കൻ എന്നാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഈ നെയ്യിലും ഈ എണ്ണയിലൊക്കെ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മൈദയും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഇതിൽ കിടന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമുക്കിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ഒന്ന് മുന്നേ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാലാണ് ഇതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എരിവ് കൂട്ടാനായിട്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളമൊക്കെ വറ്റിയത് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ ഈ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടും തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈസി ചിക്കൻ റെസിപ്പിയാണ് ഈ ഗാർലിക് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, മാത്രമല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എരിവ് വളരെ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.